ഹായ്. എന്നും വീട്ടിന്ന് തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ഓട്ടത്തിന്റെ ഇടയില് വീട് കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനേ സമയം കിട്ടുന്നില്ല. വീടിന്റെ കോലം തന്നെ മാറിപ്പോയെന്ന് വേണം പറയാനായിട്ട്. ഇന്ന് എന്തായാലും കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് നമുക്ക് വീടൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചുട്ടാ. അപ്പൊ നോക്കുമ്പോ ഇത് നമ്മുടെ കുഞ്ഞ് വർക്ക് ഏരിയയിലത്തെ അടുക്കള വല്ലാണ്ടങ്ങ് മുഷിഞ്ഞ് കിടക്കാണ്. അലമാരിയൊക്കെ വല്ലാണ്ട് മുഷിഞ്ഞ് അതിന്റെ ഷീറ്റൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കാ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിലൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വേറെ പുതിയ ഷീറ്റ് ഇടാന്ന് വിചാരിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കാൻ കൊതിയാവാണ്. എന്നും ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടാണ്. ഇവിടത്തെ പണികൾ കഴിയുമ്പോ വീട്ടിലേക്ക് അങ്ങോട്ട് ഓടും. അവിടുന്ന് വരുമ്പോ നമ്മൾ എങ്ങനെയാലും ഒരു 10:30 10 മണിയൊക്കെ ആവും വരുമ്പോ. പിന്നെ ഇവിടെ വന്ന് മക്കൾക്ക് ചോറ് കൊടുത്ത് വീട്ടിലെ പണികൾ കഴിഞ്ഞ് വരുമ്പോ പിന്നെ വൃത്തിയാക്കാനൊക്കെ ഇവിടുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ വീട് ആകെ നശിച്ചു പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് കുറേശ്ശെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചുട്ടാ. ഇന്നിപ്പോ എന്താ ഇത്ര പ്രത്യേകിച്ച് സമയം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് വയ്യാത്ത കാരണം ഏട്ടനും അമ്മയും കൂടിയിട്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്. അപ്പൊ അവര് വരണ നേരം വരെ എന്തായാലും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം അവര് വരണേട്ട് മുന്നേ പോവാന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ വന്നിട്ട് പോയാൽ മതി നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എന്തായാലും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് ഞാൻ നിന്നതാണ് കേട്ടാ. അപ്പൊ നമ്മളുടെ അടുക്കളയിലത്തെ അലമാരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മാറാമ്പലം മൊത്തത്തിലല്ല കേട്ടോ, മൊത്തത്തിലൊന്ന് മാറാമ്പല് തട്ടാന്ന് വിചാരിച്ചു. ഏട്ടൻ വന്നേ പിന്നെ ഞാൻ മാറാമ്പല തട്ടലേ ഇല്ല. രാത്രിയൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ വന്ന് വീട്ടിൽ കയറുക. പിന്നെ എല്ലാവരും റൂമിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെ മാറാമ്പല തട്ട്, അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഫാനുമേലൊക്കെ നിറച്ച് പൊടിയായിരുന്നു ട്ടോ. ആ കിടക്കണത് മുഴുവനാണ് നമ്മുടെ ഫാനുമെന്ന് വീണിട്ടുള്ള പൊടികളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വാരിയെടുത്ത് അടിച്ചു വാരിയെടുത്തു. വീട് മൊത്തത്തിലൊന്ന് മാറാമ്പലിയൊക്കെ തട്ടി ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു ട്ടാ. നമുക്ക് എപ്പോഴും വീടൊന്ന് വൃത്തിയായിട്ടിരുന്നാൽ തന്നെ മനസ്സിനൊരു സന്തോഷാണല്ലേ. ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീട് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം വീടിന്റെ കോലം തന്നെ മാറിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. നമ്മളെപ്പോഴും നമ്മുടെ വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലും കൈയെത്തുമ്പോ നമ്മുടെ വീടിനൊരു പ്രത്യേക ഒരു ഐശ്വര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട് ട്ടാ. എന്റെ തോന്നലാണോന്ന് അറിയില്ല. അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞ് ദേ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോഴാണ് ദേ നമ്മുടെ മുറ്റത്ത് കുറച്ച് ചെടിച്ചട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാ. അത് ഇതുവരെയായിട്ട് എടുത്തു വെക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 3 ദിവസമായി അവിടെ ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. ഇനി അവിടെ ഇരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാലേ ഞാൻ നഖം വെട്ടാന്ന് വെച്ചിട്ട് ഇരുന്നതാണ് ട്ടാ. നമുക്ക് ഈ കോഴിവെട്ടൊക്കെ ആയ കാരണം നഖം വളർത്തുക എന്ന് പറയുന്നത് ഇഷ്ടല്ല. അപ്പൊ അതേ നഖമൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അമ്മയും അച്ഛനും ഏട്ടനൊക്കെ വന്നു. അപ്പൊ അവര് മരുന്നിന് പോയിട്ട് വന്നപ്പോ നമുക്ക് കടയിലേക്കുള്ള സബോള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഒരു ചാക്ക്. അത് നമ്മൾ സ്കൂട്ടിയിലേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ ദേ നമ്മള് വീട്ടിൽ പോവാണ് കേട്ടാ. നമ്മുടെ വീട് ഇവിടെ അടുത്താണ് കേട്ടാ. നമ്മളപ്പോ അവിടെ ചെന്ന് ചോറുണ്ണാന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ഓടി കയറി ചോറൂണൊക്കെ കഴിഞ്ഞു. അമ്മ അതേ ഊണ് കഴിക്കണുള്ളൂ കേട്ടാ. അപ്പൊ നമ്മൾ കൊണ്ടുവന്നുള്ള സബോളയൊക്കെ ദേ ചെരിഞ്ഞ് വൃത്തിയാക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എനിക്കൊരു കോഴി വെട്ടാൻ കിട്ടി. അപ്പൊ കോഴി വെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നുള്ള സബോളകളൊക്കെ ചെരിഞ്ഞ് അതിലത്തെ പൊട്ടയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ നിരത്തിയിടാൻ കൊണ്ടുപോവാണ് കേട്ടാ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.